വി.ഡി. സതീശൻ സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിച്ചതിൽ ആഹ്ലാദം പങ്കുവച്ച ആശാപ്രവർത്തകർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒത്തുകൂടിയ ആശമാർ പായസ വിതരണവും നടത്തി. മുമ്പുണ്ടായിരുന്ന സർക്കാർ ഒലിച്ചുപോയത് ആശമാരുടെ കണ്ണീർ പുഴയിലാണ് എന്ന് സംഘം ഉദ്ഘാടനം ചെയ്ത മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞു. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ കാര്യം ഒരുപാട് തീരുമാനിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. ആദ്യ ക്യാബിനറ്റിൽ ഈ പ്രഖ്യാപനമാണ് ആഘോഷ ഒത്തുചേരലിന് കാരണം. സമരം കണ്ടില്ലെന്ന് നടിച്ചവർക്കുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് വിജയസംഘം ഉദ്ഘാടനം ചെയ്ത പ്രേംകുമാർ. സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട് എന്ന് അത് തിരിച്ചറിയാതെ പോയ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അത് കാണാതെ പോയ, കണ്ടില്ല എന്ന് നടിച്ചവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ്. ഒരു മുൻ ഗവൺമെന്റ് ഇവിടെ നിന്ന് ഒഴുകിപ്പോകുമ്പോൾ ആ ഒഴുകിപ്പോകുന്നതിന് നിങ്ങൾ പാവപ്പെട്ട ഈ സഹോദരിമാരുടെ കണ്ണുനീരിന്റെ പുഴ ആണ് അത് ഒഴുക്കിക്കളഞ്ഞത് എന്ന് ഞാൻ പറയും. ഇടത് സർക്കാരിനെ താഴെ ഇറക്കിയത് ആശാ സമരവും കേരയിൽ വിരുദ്ധ സമരവുമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. രണ്ടാം പിണറായി സർക്കാരിനെ താഴെ ഇറക്കിയത്, അല്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന ആ സ്വപ്നം തകർത്തത് ആശാ സമരവും സിൽവർ ലൈൻ സമരവുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമരത്തിനെതിരായ സർക്കാർ നടപടികളെ വിമർശിച്ച NK പ്രേമചന്ദ്രൻ, ക്രൂരമായ നിലയിൽ, പ്രാകൃതമായ നിലയിൽ ഒരു സമരത്തെ അടിച്ചൊതുക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ അധികാരത്തിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്തു എന്നുള്ളത് ഈ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് ആശാ വർക്കർമാർ. ഞങ്ങൾക്ക് വാക്ക് തന്ന ആ വാക്ക് ഇന്ന് പാലിച്ചിട്ടുണ്ട്. ആ വാക്ക് ഇനിയും പാലിക്കും. ഞങ്ങൾക്ക് 21,000 രൂപ തരുകയും ചെയ്യും. ഞങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക 1 മാസത്തിനുള്ളിൽ. അതിനും ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട്. 266 ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ സമരം ചെയ്തത്. ഓണറേറിയം 21,000 ആക്കുന്നതുവരെ വിശ്രമമില്ലെന്ന് ആശാപ്രവർത്തകർ പറയുന്നു. ആശാ സമരത്തെ അക്ഷരം തെറ്റാതെ ഐതിഹാസിക രാഷ്ട്രീയ സമരം എന്ന് തന്നെ വിളിക്കാം. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള സമൂഹം ഒന്നടങ്കം ഒപ്പം നിന്നപ്പോൾ ആ സമരത്തിൽ ഒലിച്ചു പോയത് ഒരു ഭരണകൂടം തന്നെയാണ്. ക്യാമറമാൻ ബിജു മുരളീധരനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.